മീൻ വാല്യൂ തിയറം. അതാ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്. ഓക്കെ, അതായത് മീൻ വാല്യൂ തിയറി എന്താ ഞാൻ ആദ്യം പറയാം. ഇതുകൊണ്ട് കുറെ ഉപകാരമുണ്ട്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് നമുക്ക് കോമൺ സെൻസ് കൊണ്ട് അറിയാവുന്ന കാര്യമല്ലേ, പിന്നെ എന്തിനാ ഇതിനെ തിയറം ആക്കുന്നതിന്. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട, ജസ്റ്റ് ഇപ്പൊ പറയാം. മീൻ വാല്യൂ തിയറം എന്തുവാന്ന് വെച്ചാൽ ഇതേ പറയുന്നതിന്റെ കൂട്ട് തന്നെ. എന്ത്? ഫോർ എ സ്മൂത്ത് കർവ് ബിറ്റ്വീൻ 2 points A and B, there exists at least one point C between them where the instantaneous slope, the derivative, equals the average slope between these 2 points. അതായത് വേറൊന്നുമില്ല, ബേസിക്കലി ഇതെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സ്മൂത്ത് കർവ് ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ആ കർവിൽ ഏതെങ്കിലും രണ്ട് പോയിന്റ് എടുത്ത് എയും ബിയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പോയിന്റ് എന്ന് ബിയിലോട്ട് നമ്മളൊരു പോയിന്റ് കണക്ട് ചെയ്യുന്ന വെച്ചോ, വരച്ചെന്ന് വെച്ചോ. അങ്ങനെ വരയ്ക്കുന്ന ഒരു പോയിന്റ് എന്താ? സീക്കൻഡ്. കാരണം ഒരു കർവിന്റെ രണ്ട് പോയിന്റിൽ കൂടെ നമ്മൾ വരയ്ക്കുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ സീക്കൻഡ് ആണല്ലോ. അങ്ങനെ ഒരു സീക്കൻഡ് വരച്ചാൽ അതേ കർവിൽ തന്നെ വേറൊരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്ത്? സി എന്ന് പറയുന്ന ഒരു പോയിന്റ്. ഓക്കെ, ആൻഡ് ആ പോയിന്റിന്റെ സ്ലോപ്പ്, അതായത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് ഏതാണ്ട് നമ്മൾ നേരത്തെ വരച്ച സീക്കൻഡ് ഉണ്ടല്ലോ, എയും ബിക്കും വരച്ച സീക്കൻഡ്, അതിനോട് പാരലൽ ആയിരിക്കും. മനസ്സിലായോ? ബേസിക്കലി ജസ്റ്റ് ഞാൻ അത് വര വെച്ച് കാണിച്ചാൽ എന്താണ്ടേ, ഇതൊരു സ്മൂത്ത് കർവാണ്. ഓക്കെ, ഇത് ഞാൻ രണ്ട് പോയിന്റ് എടുത്ത് എയും ബിയും, ഞാൻ എന്ത് ചെയ്ത് എയിന്ന് ബിയിലോട്ടൊരു സീക്കൻഡ് വരച്ച്. ഓക്കെ, അങ്ങനെ വരച്ചാൽ അതേ കർവിൽ തന്നെ എയ്ക്കും ബിക്കും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കാണും സി, ആൻഡ് ആ സി വരയ്ക്കുന്ന ടാൻജന്റ് എന്ന് പറയുന്നത് ഈ സീക്കൻഡിനോട് സെയിം ആയിരിക്കും. സെയിം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന സെൻസ് സ്ലോപ്പ് സെയിം ആയിരിക്കും. സ്ലോപ്പ് സെയിം എന്ന് പറഞ്ഞാൽ പാരലൽ ആയിട്ട് പോയിരിക്കും. അതായത് ഈ കാണുന്ന സീക്കൻഡ് ലൈനിന്റെ സ്ലോപ്പ് ഉണ്ടല്ലോ, അതിനോട് സെയിം തന്നെ ആയിരിക്കും ഈ സി വരയ്ക്കുന്ന സ്ലോപ്പ്. ഇതാണ് ബേസിക്കലി നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നത്. അതിനെ ജസ്റ്റ് ഞാൻ ഒരു സിമ്പിൾ അനലോഗി പറഞ്ഞാൽ, ഒരു കാറിന്റെ കേസ് എടുക്കുക. ഓക്കെ, അത് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പോവാം. സപ്പോസ് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട്. അവളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 200 മൈൽസ്. ഓക്കെ, അത് ട്രാവൽ ചെയ്തത് 2 മണിക്കൂർ കൊണ്ടാണ്. അപ്പം നമുക്കറിയാം ഒരു കാറിന്റെ പാത്ത് മീൻസ് ഒരു കാറ് പോകുന്നതിന്റെ സ്പീഡ് എങ്ങനെ വേണേലും ആവാം. ചിലപ്പോൾ ആദ്യം പതിയെ പോവാം, പിന്നെ സ്പീഡ് കൂട്ടാം, കുറയാം, കൂടാം. കാരണം എന്ത് ഫാക്ടേഴ്സ് കൊണ്ടും എന്ത് ചെയ്യുക, അത് വേരി ചെയ്തുകൊണ്ടേ നിൽക്കുക. നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരാൾ മുന്നിലെടുത്ത് ചാടിയാലോ, ഒരു പട്ടി മുന്നിൽ ചാടിയാലോ, സ്പീഡ് ബ്രേക്കർ വന്നാലോ സ്പീഡ് കുറയാൻ, കൂടാം. പിന്നെ ചിലപ്പോൾ ആളൊഴിഞ്ഞ വഴിയാന്ന് ഭയങ്കര സ്പീഡിൽ പോവാം, അല്ല തിരക്ക് കൂടുതലാന്ന് പതിയെ പോവാം. സോ സംഭവം എങ്ങനോ 2 മണിക്കൂർ കൊണ്ട് അയാള് 100 മൈൽസ് ട്രാവൽ ചെയ്തു. ഓക്കെ, 100 മൈൽസ് 2 മണിക്കൂർ കൊണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം പറയുന്നത്, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നമുക്ക് 50 മൈൽസ് പെർ അവർ എടുക്കാം. കാരണം എന്താ? 2 മണിക്കൂർ കൊണ്ട് 100 മൈൽസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ 50 മൈൽസ് പെർ അവർ എടുക്കാം. അതല്ലേ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ കാർ ഓടിക്കാൻ നമ്മൾ പറഞ്ഞല്ലോ എങ്ങനെ വേണേലും സ്പീഡ് ആവാം, കുറയോ കൂടിയോ. ഈ പറയുന്ന എ എന്ന് പറയുന്ന പോയിന്റ് തൊട്ട് ബി എന്ന് പറയുന്ന പോയിന്റ് വരേക്കും, അല്ലെ എ എന്ന് പറയുന്ന പ്ലേസ് തൊട്ട് ബി എന്ന് പറയുന്ന പ്ലേസ് വരേക്കും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ സ്പീഡ് എന്ന് പറയുന്ന എന്ത് വാല്യൂ വേണേലും ആവാം. ഓക്കെ, ഏത് വാല്യൂ വേണേലും ആവാം. കുറഞ്ഞിരിക്കാം, കൂടിയിരിക്കാം, ചിലപ്പോൾ ഒരുപാട് കൂടിയിരിക്കാം, ചിലപ്പോൾ ഒരുപാട് പതിയായിരിക്കാം. ട്രാഫിക് ഒക്കെ ആണ്, ചിലപ്പോൾ സ്റ്റാറ്റിക് ട്രാഫിക്കിൽ നിന്നപ്പോൾ ചിലപ്പോൾ 0 സ്പീഡിൽ നിന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ മീൻ വാല്യൂ തിയറം പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ രണ്ട് പോയിന്റിനിടയ്ക്ക് നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും 50 മൈൽസ് പെർ അവർ ആയിരിക്കും. ഓക്കെ, അതായത് മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നത് നമ്മുടെ കാറിന്റെ പോയിന്റ് എ തൊട്ട് പോയിന്റ് ബി വരേക്കും ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും 50 മൈൽസ് പെർ അവർ എന്ന് പറഞ്ഞ ആവറേജ് സ്പീഡ് ആയിരിക്കും. ഓക്കെ, അതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. ഇപ്പൊ കൺഫ്യൂഷൻ ആവണ്ട. ഇവിടെ 50 മൈൽസ് പെർ അവർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവറേജ് വാല്യൂ എന്നാ കൺസിഡർ ചെയ്തത്. അതായത് സി എന്ന് പറയുന്ന പോയിന്റിലെ സ്പീഡ്, സി എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എനി പോയിന്റ്. ഓക്കെ, ഇപ്പൊ ഡൗട്ട് അടിക്കണ്ട. ഇത് ഞാൻ ജസ്റ്റ് ഒരു അനലോഗി, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്ത രീതി ഒന്ന് പറഞ്ഞു തന്നതാ. ഓക്കെ, മീൻ വാല്യൂ തിയറി ഇവിടെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ വേണേലും പോക്കോ, സ്പീഡ് കൂടിയോ കുറഞ്ഞോ അല്ലെങ്കിൽ എഴഞ്ഞോ എങ്ങനെ പോയാലും നിങ്ങൾ 2 മണിക്കൂർ കൊണ്ട് 100 മൈൽസ് ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിങ്ങളുടെ വണ്ടിയുടെ സ്പീഡ് 50 മൈൽസ് പെർ അവർ ആയിരിക്കും. അത് ഷുവർ ആണ്. ഓക്കെ, മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നത്
അത് ഷുവറാണ്. ഓക്കെ, ഇനി എത്രത്തോളം വന്നിട്ടുണ്ട് ഇല്ല എന്ന കള്ളം പറഞ്ഞാലും ഏതെങ്കിലും ഒരു പോയിന്റിൽ അയാൾ 50 മൈൽസ് പെർ അവറിലായിരിക്കും. മനസ്സിലായോ? അതാണ് മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നത്. ഇനി മീൻ വാല്യൂ തിയറം പറയുന്നതിന് മുമ്പ് ഇപ്പൊ ആൾക്കാർക്ക് തോന്നാം, അതായത് ഇത് തോന്നുന്നവർക്ക് വേണ്ടി മാത്രം പറയാനാ, ഇത് കോമൺ സെൻസ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റൂലേ? ഇപ്പൊ ഈ പറഞ്ഞ അനലോഗി ആണെങ്കിലും ഈ പറഞ്ഞ തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണ്. ഈ ഇക്വേഷൻ ഇപ്പൊ നോക്കണ്ട, ഇക്വേഷൻ എന്താണെന്ന് പറയാം. ഓക്കെ, അനലോഗി അല്ല, അതായത് എന്താണ്, നമുക്ക് കോമൺ സെൻസ് കൊണ്ട് അറിയാൻ പറ്റുമല്ലോ. അതായത് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ എത്തിയാൽ ഇതിൽ ചിലപ്പോൾ ഒരു സീക്കൻഡ് വരച്ചാൽ ഈ പോകുന്ന പാത്തിൽ ഏതേലും ഒരു പാത്തിൽ സീക്കൻഡ് ടാൻജന്റിനോട് സെയിമോ, അത് കോമൺ സെൻസ് ആണെന്നല്ല, അതിനെന്തിനാ ഒരു ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചാൽ. അതുപോലെ തന്നെ നമ്മുടെ കാറിന്റെ അനലോഗി എടുത്താൽ നമുക്കറിയാം, ഏതേലും ഒരു പോയിന്റിൽ നമ്മൾ ഇത്ര 100 മൈൽസ് 2 മണിക്കൂറിന് ട്രാവൽ ചെയ്താൽ ചിലപ്പോൾ ഒരു പോയിന്റിലോ പല പോയിന്റിലോ അതിന്റെ സ്പീഡ് ചിലപ്പോൾ 50 മൈൽസ് പെർ അവർ ആവും. ഇതിനെന്തിനാ തിയറം? ആക്ച്വലി ഇതിന് തിയറം വേണം. അതെന്താന്ന് ചോദിച്ചാൽ മാത്സിൽ ഒരിക്കലും കോമൺ സെൻസ് അല്ലെങ്കിൽ ഇൻഡ്യൂഷൻ എന്ന് പറഞ്ഞ സാധനം ഇല്ല. മനസ്സിലായോ? മീൻ വാല്യൂ തിയറം നമുക്ക് തെരഞ്ഞെന്ന് വെച്ചാൽ ഒരു പ്രൂഫാ. മനസ്സിലായോ? ഇങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കോമൺ സെൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ മാത്സിന് ഒരിക്കലും കോമൺ സെൻസ് ഒന്നുമല്ല വേണ്ടുന്നത്. മാത്സിന് ആക്ച്വൽ പ്രൂഫുകളാണ്. സയൻസിന് എവിടെയെങ്കിലും കോമൺ സെൻസ് കൊണ്ട് ചെല്ലാൻ പറ്റുമോ? ഇല്ലല്ലോ. പ്രോപ്പർ ഒബ്സർവേഷൻസും പ്രൂഫും വേണ്ടേ? അതുപോലെ തന്നെ മീൻ വാല്യൂ തിയറം എന്ന് പറഞ്ഞൊരു പ്രൂഫാണ് നമുക്ക് തരുന്നത്. എന്ത്? ഒരു പോയിന്റിൽ അവൻ ഈ സ്പീഡിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, അതിന് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. അത് നമ്മുടെ നല്ല ലോകത്തിൽ ആരെ കൊണ്ട് ഡിനൈ ചെയ്യാൻ പറ്റത്തില്ല. എന്ത്? 0 to മീൻസ് 100 മൈൽസ് 2 മണിക്കൂറും ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ എത്ര വെള്ളം പറഞ്ഞു, എന്താ ഞാൻ ഒരിക്കലും 50 മൈൽസ് പെർ അവർ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ സത്യമല്ല. അവൻ ഏതെങ്കിലും ഒരു പോയിന്റ് 50 മൈൽസ് പെർ അവർ ടച്ച് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പോയിന്റിലെങ്കിലും ടച്ച് ചെയ്തിട്ടുണ്ട്. കാരണം അവൻ 40 മൈൽസ് പെർ അവറിലാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 മണിക്കൂറെങ്കിൽ അവന് ഒരു കാരണവശാലും 100 മൈല് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ആ സമയം കൊണ്ട് 80 മൈലേ ക്രോസ് ചെയ്യാൻ പറ്റൂ. 50ക്ക് താഴെ 40യിലാ പൊക്കോണ്ടിരിക്കുന്നെങ്കിൽ. മനസ്സിലായോ? 50ക്ക് മേലിലാ കണ്ടിന്യൂസ് പോകുന്നെങ്കിലോ അപ്പൊ തന്നെ ഉറപ്പല്ലേ, ഒരു വണ്ടി ഒരിക്കലും 50ന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ലല്ലോ, 0ന്നല്ല സ്റ്റാർട്ട് ചെയ്യും. 0ന്ന് 50 ക്രോസ് ചെയ്ത് അതിന്റെ മേളിൽ പോയല്ലേ എത്താൻ പറ്റൂ. അപ്പൊ എന്താണ്, ബേസിക്കലി മീൻ വാല്യൂ തിയറം നമുക്ക് ഉറപ്പാ. ഒരു പോയിന്റിൽ അവൻ 50 ക്രോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഞാൻ ഇപ്പൊ കാറിന്റെ അനലോഗി പറഞ്ഞതേ ഉള്ളൂ. മീൻ വാല്യൂ തിയറം ഇവിടെയും പറയുന്നത് എന്താ, ഈ ഏതെങ്കിലും ഒരു പോയിന്റിൽ, ഓക്കെ, സി എന്ന് പറയുന്ന ഏത് പോയിന്റ് ആവാം, പക്ഷെ നമ്മൾ തൽക്കാലം നമ്മുടെ പോയിന്റിനെ സി എന്ന് വിളിക്കുക. ഏതെങ്കിലും ഒരു പോയിന്റ്, അതായത് സി എന്ന് പറയുന്ന ആ പോയിന്റിലെങ്കിലും എന്ത്, ഏതെങ്കിലും ഒരു പോയിന്റ് നമ്മൾ സി എന്ന് വിളിക്കുന്നത്, ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ സീക്കൻഡ് ടാൻജന്റിനോട് സെയിം ആവും. ഏത്? എ തൊട്ട് ബി വരെയുള്ള ഇന്റർവെല്ലിൽ. ഓക്കെ, മീൻ വാല്യൂ തിയറം നമുക്ക് ഒരു ഉറപ്പാ. മനസ്സിലായോ? പിന്നെ നമുക്ക് നമ്മുടെ മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷനിലോട്ട് വരാം. ഓക്കെ, ഈ ടേംസ് എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഓക്കെ, അതെന്താന്ന് പറയാം. ഈ താഴെ കാണുന്ന എയും ബിയും ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റർവെല്ല്. ഓക്കെ, നമ്മൾ കാണിച്ചാൽ ഈ പോയിന്റ് എടുത്താൽ വേണ്ടേ, ഈ കാണുന്ന ഇന്റർവെൽസ് ഉണ്ടല്ലേ, എയും ബിയും. ഓക്കെ, അതാണ് ഈ കാണുന്ന എയും ബിയും. ബേസിക്കലി ഒരു കർവ് ആണെങ്കിൽ, ഓക്കെ, ഒരു കർവ് എടുക്കുകയാണെങ്കിൽ ആ കർവിന്റെ എക്സ് വാല്യൂസ്. ഓക്കെ, അതാണ് എയും ബിയും. ഇനി എഫ് ഓഫ് എയും എഫ് ഓഫ് ബി എന്താന്ന് ചോദിച്ചാൽ ഈ കാണുന്ന എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് വൈ വാല്യൂസ്. ഓക്കെ, ഇത് എഫ് ഓഫ് എ എഫ് ഓഫ് ബി എന്ന് പറയുന്ന ആ കാണുന്ന എയുടെയും ബിയുടെയും കറസ്പോണ്ടിങ് വൈ വാല്യൂസ്. ഇനി എഫ് ഡാഷ് ഓഫ് സി എന്താന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഒരു പോയിന്റ് കാണുമെന്ന്, സി. ആ സി എന്ന് പറയുന്ന പോയിന്റിന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, ഇതാണ് സി. ഈ വരയ്ക്കുന്ന ലൈൻ ഉണ്ടല്ലോ, ഇതാണല്ലോ ടാൻജന്റ്. ഓക്കെ, ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ആ പോയിന്റിലെ ഡെറിവേറ്റീവ് കൂടെ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ആ പോയിന്റിലെ ഡെറിവേറ്റീവ് ആണ് എന്ത്, നമ്മുടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബേസിക്കലി മീൻ വാല്യൂ തിയറത്തിന്റെ ഇക്വേഷൻ. അതായത് ഏതേലും ഒരു പോയിന്റിൽ, ഓക്കെ, ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സീക്കൻഡിന്റെ സ്ലോപ്പിനോട് സെയിം ആയിരിക്കും. അത് ഇക്വേഷൻ രീതിയിലാക്കിയതാ. എഫ് ഡാഷ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, സ്ലോപ്പ് ഓഫ് ടാൻജന്റ്. അതായത് നമ്മൾ പറഞ്ഞ പോയിന്റിന്റെ സ്ലോപ്പ്. ഓക്കെ, അതുവഴി വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ ടാൻജന്റ്. ഓക്കെ, അപ്പം ആ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പ് തന്നെയാണ് ആ പോയിന്റിലെ സ്ലോപ്പ്. ബേസിക് സാധനം. ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് സീക്കൻഡ്. അപ്പൊ ചോദിക്കും ഇതെങ്ങനെ സ്ലോപ്പ് ഓഫ് സീക്കൻഡ് ആയിരുന്നു? എടീ, സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്താ? dy by dx. ഇതെന്താ? y2 - y1 by x2 - x1. ഓക്കെ, അത് തന്നെയല്ലേ ഈ കാണുന്നത്. ഈ കാണുന്ന
സീക്കൻഡിന്റെ സ്ലോപ്പ് എടുക്കാൻ പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 അതല്ലേ ചെയ്യുന്നത്. നമ്മൾ ബേസിക്കലി സ്ലോപ്പ് എടുക്കുന്ന അതേ ഇക്വേഷൻ അത് തന്നെ ഇതും. സോ അതിനെ ഇക്വേഷൻ രീതിയിലാക്കിയതാ. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദാറ്റ് ടാൻജന്റ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദാറ്റ് സീക്കൻഡ് ഏത് അറ്റ് എനി വൺ പോയിന്റ്. ഓക്കെ, ആ പോയിന്റ് എന്ന് പറയുന്നതാണ് സി. ഓക്കെ, ഇനി ഇതിന് എന്താണ് കണ്ടീഷൻസ് ഉണ്ട്. ഈ തിയറം സാറ്റിസ്ഫൈ ആവണമെങ്കിൽ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് പറയാം. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ത്? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബിയിൽ. ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി എന്ന് പറഞ്ഞാൽ ഇൻക്ലൂഡിങ് എ ആൻഡ് ബി, എയും എ തൊട്ട് ബി വരെയും ഈ പോയിന്റ് കണ്ടിന്യൂസ് ആയിരിക്കണം. കണ്ടിന്യൂസ് ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം. അതായത് ഈ കർവ് കണ്ടോ? ഈ കർവ് കണ്ടേ? കണ്ടിന്യൂസ് അല്ലേ, എവിടെയും മുറിയോ ബ്രേക്കോ ഒന്നും ഇല്ലല്ലോ. ഈ വി കർവ് നോക്ക്, ഇതും കണ്ടിന്യൂസ് അല്ലേ, എവിടെയും മുറിയുന്നോ ഒന്നും ഇല്ലല്ലോ. പക്ഷേങ്കിൽ കണ്ടിന്യൂസ് അല്ലാത്ത ഗ്രാഫുകളുണ്ട്. കണ്ടിന്യൂസ് അല്ലാത്ത ഗ്രാഫുകൾ ഇപ്പം അതാണ്ട ഇത് കണ്ട, ഇത് കണ്ട, ഇത് ഈ പോയിന്റ് ഇവിടം വരെ വന്നിട്ട് ഇവിടെ മുറിഞ്ഞിട്ട് പിന്നെ താഴെ നിന്ന് ഇങ്ങോട്ട് വരിക. അതായത് എക്സ് ഈക്വൽ ടു സീറോ അല്ലല്ലോ, എക്സ് ഈക്വൽ ടു -2 എന്ന് പറഞ്ഞ പോയിന്റിൽ ഇവർ കണ്ടിന്യൂസ് അല്ല. അതായത് മുറിഞ്ഞു പോയ ഗ്രാഫാ. മനസ്സിലായല്ലോ? അതായത് രണ്ട് കണ്ടീഷൻ. എൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ ആണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ആയിരിക്കണം. എന്ത്? ക്ലോസ്ഡ് ഇന്റർവെൽ എ ബി, അതായത് എയും ബിയും ഇൻക്ലൂഡഡ് ആയിരിക്കണം. അത് കറക്റ്റ് എ തൊട്ട് ബി വരെ അവർ കണ്ടിന്യൂസ് ആയിരിക്കണം. ഓക്കെ, രണ്ടാമത്തത് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ദ ഓപ്പൺ ഇന്റർവെൽ എ ബി. അതെന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് മാത്രമായിരിക്കുന്നതല്ല, ഒരു ഡിഫറൻഷ്യബിളും ആയിരിക്കണം. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, ഓപ്പൺ ഇന്റർവെല്ല. എയും ബിയും ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. മനസ്സിലായോ? എ തൊട്ടങ്ങോട്ടുള്ള എല്ലാ പോയിന്റും ബിക്ക് തൊട്ട് മുമ്പ് വരെയുള്ള എല്ലാ പോയിന്റും. ഓക്കെ, എയും ബി ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. പക്ഷേങ്കിൽ എയും ബി ഇൻക്ലൂഡ് ചെയ്യാത്ത അതിന്റെ ഇടയ്ക്ക് വരുന്ന ബാക്കി എല്ലാ പോയിന്റിലും ഇവ ഡിഫറൻഷ്യബിൾ ആയിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ ഈ തിയറം സാറ്റിസ്ഫൈ. അപ്പൊ ചിലപ്പോൾ സംശയം തോന്നും, എയിലും ബിയിലും കണ്ടിന്യൂസ് ആയിരിക്കുന്ന എല്ലാ കാര്യവും എയിലും ബിയിലും ഡിഫറൻഷ്യബിൾ ആയിരിക്കില്ലെന്ന്. അങ്ങനെ നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അതായത് ഈ രണ്ട് കർവ് നോക്ക്, ഇവര് എയിലും ബിയിലും കണ്ടിന്യൂസ് ആണ്, എവിടെയും മുറിയാതെ പൊക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവ രണ്ട് ഡിഫറൻഷ്യബിൾ അല്ല. മനസ്സിലായി? അതായത് ഈ വി പോലെ ഇരിക്കുന്ന കർവ് നോക്ക്, ഈ പോയിന്റിന് തൊട്ട് മുമ്പ് വരേക്കും സ്ലോപ്പ് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലെ -1. ഓക്കെ, ഈ പോയിന്റിന് തൊട്ട് റൈറ്റിലോട്ട് സ്ലോപ്പ് എന്ന് പറയുന്നത് മൊത്തം +1. അതായത് y ഈക്വൽ ടു mod x എന്ന് പറഞ്ഞതിന്റെ ഗ്രാഫ് ഇത്. പക്ഷെ ഈ കാണുന്ന സ്ട്രെയിറ്റ് വി എന്ന് പറഞ്ഞ കോർണർ കണ്ടോ? ഈ കോർണറിൽ നിങ്ങൾ എത്ര സൂം ഇൻ ചെയ്തു പോയാലും അവിടെ നിങ്ങൾക്ക് ഒരു ഫ്ലാറ്റ് പോയിന്റ് കിട്ടത്തില്ല. ഒരു ഫ്ലാറ്റ് പോയിന്റ് കിട്ടിയാലേ നമുക്ക് അവിടെ ഒരു ഫ്ലാറ്റ് ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ഓക്കെ, പക്ഷേങ്കിൽ ഈ പോയിന്റിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റത്തില്ല. ഇതിന്റെ തൊട്ട് മുമ്പ് വരേക്കും ഇതിന്റെ ടാൻജന്റ് താഴോട്ടിരിക്കും, ഇത് തൊട്ട് കഴിഞ്ഞിട്ട് ഇതിന്റെ ടാൻജന്റ് മേലോട്ടിരിക്കും. മനസ്സിലായി? ഇത് ഈ വി എന്ന് പറയുന്ന പോയിന്റിന്റെ തൊട്ട് ലെഫ്റ്റ് വരെ ടാൻജന്റ് നേരെ ഇങ്ങനെ താഴോട്ട് പൊക്കൊണ്ടേയിരിക്കും. മനസ്സിലായി? ഇങ്ങനെ താഴോട്ട്. പക്ഷെ ഈ വി എന്ന് പറയുന്ന ഈ വി പോലെ ഇരിക്കുന്ന കോർണറിന്റെ തൊട്ട് മേളിലോട്ട് ടാൻജന്റ് മേലോട്ട് പൊക്കൊണ്ടേയിരിക്കും. അപ്പൊ വി എന്ന് പറയുന്ന എക്സാക്ട് കോർണറിൽ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു ഫ്ലാറ്റ് അല്ല, അവിടെ ഒരു സ്മൂത്ത് ഏരിയ ഇല്ല. പക്ഷെ നോക്കിയാൽ എന്താ കണ്ടിന്യൂസ് ആള് കണ്ടോ? മുറിയുന്നൊന്നുമില്ല, കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷെ ഈ കേസ് നോക്ക്, ഇവിടെ അങ്ങനല്ല. ഇവിടെ നമ്മൾ സൂം ഇൻ ചെയ്ത് നോക്കിയാൽ നമുക്കൊരു ഫ്ലാറ്റ് പോയിന്റ് കാണാം, നമുക്കൊരു ടാൻജന്റ് കറക്റ്റ് വരയ്ക്കാം. ഓക്കെ, അതാണ്ട് ടാൻജന്റ് കുറഞ്ഞു വന്ന് ഫ്ലാറ്റ് ആയിട്ട് പിന്നെ കൂടി പോവാ. അപ്പൊ എന്താ, ഈ കേസ് എടുത്താൽ ഇവിടെ ഇവൻ കണ്ടിന്യൂസും ആണ് ഡിഫറൻഷ്യബിളും ആണ്. പക്ഷെ ഈ കേസ് എടുത്താൽ ഇവിടെ ഇവൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേങ്കിൽ ഡിഫറൻഷ്യബിൾ അല്ല. ഇതാ നോക്ക്, ഈ ഒരു എക്സാക്ട് പോയിന്റിൽ ഇവൻ ഡിഫറൻഷ്യബിൾ അല്ല. മനസ്സിലായ? അപ്പം കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്ന ഗ്രാഫും ഡിഫറൻഷ്യബിൾ ആവാത്ത കേസ് ഉണ്ട്. അപ്പൊ മീൻ വാല്യൂ തിയറി ഇതിനെ ഹോൾഡ് ചെയ്യത്തില്ല, പക്ഷെ ഇതിനെ ഹോൾഡ് ചെയ്യും. മനസ്സിലായോ? ഇനി അടുത്ത പറയുന്നതിന് മുമ്പ് ഇത് ഈ ജോമെട്രിക് ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കാറിന്റെ അതേ കേസ് തന്നെ. ഏതെങ്കിലും ഒരു പോയിന്റിൽ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് സ്പീഡിനോട് സെയിം ആയിരിക്കും. മനസ്സിലായി? അപ്പം അടുത്തത്, ഇനി നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ റീഅറേഞ്ച് ചെയ്യാമല്ലോ. അതായത് ഈ മേടിൽ കണ്ട ഇതേ ഇക്വേഷനെ നമുക്ക് എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം. അതായത് ഈ ബി മൈനസ് ഇവിടെ കൊണ്ടുവരാം, എന്നിട്ട് ഇതിനെ കൊണ്ട് പ്ലസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഇതുപോലെ നമുക്ക് കിട്ടും. ഈ ഒരു ഫോർമാറ്റിൽ കിടക്കുന്ന സാധനത്തിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഓക്കെ, അതായത് ഒരു ടാൻജന്റിന്റെ ഇക്വേഷൻ പോലെ തോന്നില്ലേ ഇത്? അല്ലേ?
ഏറെക്കുറെ തോന്നില്ലേ? ആ പറഞ്ഞു വരാം. ഇങ്ങനെ തോന്നി കഴിഞ്ഞാല് തോന്നിയിട്ടില്ല കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വെച്ച് കുറെ കാര്യങ്ങളുണ്ട്. ഇനി അത് പറയുമ്പോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. സി എല്ലാരും അതിന് മുമ്പ് തെറ്റിദ്ധരിക്കല് സി എന്ന് പറയുന്നത് അങ്ങനെ എന്താ എനി പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി, അല്ലാതെ സ്പെസിഫിക് പോയിന്റ് അല്ല. സി എന്ന് പറയുന്ന എയുടെയും ബിയുടെ ഇടയിൽ നിൽക്കണം. ഓക്കെ, മനസ്സിലായി? അതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കണം. അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. ഓക്കെ, അല്ല പക്ഷെ എക്ക് അപ്പുറത്തോ എക്ക് മീൻസ് എക്ക് ഇപ്പുറത്തോ അല്ലെ ബിക്ക് അപ്പുറത്തോ പാടില്ല. ആ റേഞ്ചിനുള്ളിൽ നിൽക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കണം. ഇനി മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് കോമൺ ആയിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് കാര്യം പറയാം. ഈ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞല്ലോ, ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മുടെ എക്സ് വാല്യൂ എങ്കിൽ അവിടുത്തെ കറസ്പോണ്ടിങ് വൈ വാല്യൂ ആയിരിക്കും എഫ് ഓഫ് ബി. ഓക്കെ, അപ്പൊ നമ്മളൊരു കർവ് എടുത്താൽ ഈ പറയുന്ന വൈ വാല്യൂ, അതായത് എയും ബിയും ആണ് നമ്മുടെ ലിമിറ്റ്. എ സ്റ്റാർട്ടിങ്ങും ബി ആണല്ലോ എൻഡും. അപ്പൊ ബി എന്ന് പറയുന്ന വാല്യൂ എയിനെക്കാട്ടി കൂടുതലാണെങ്കിൽ അതിന്റെ മീനിങ് എന്താണ്? ആ വരയ്ക്കുന്ന സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഇച്ചിരി എന്താ മേലിലോട്ട് ഇരിക്കുന്ന സ്ലോപ്പ് ആയിരിക്കും. അതായത് ബേസിക്കലി ഇപ്പം ഞാൻ പറയാം, വിഷ്വലി ഞാൻ കാണിച്ചു തരാം. അതായത് നമ്മുടെ വിഷ്വല് ഇവിടെ നോക്ക്. ഇവിടെ നിങ്ങൾ കണ്ടോ, എയെക്കാട്ടിലും താഴെയാണ് ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കുന്നത്. അപ്പം എഫ് ഓഫ് എ ആയിരിക്കും എന്തുകൊണ്ടും എഫ് ഓഫ് ബിനെക്കാട്ടിലും കൂടുതൽ. ഓക്കെ, എന്താണ് ഈ കേസിൽ എഫ് ഓഫ് എ ആണ് എഫ് ഓഫ് ബിയെക്കാട്ടിൽ കൂടുതൽ. അതിന്റെ കാര്യം എന്താ? എ എന്ന് പറയുന്ന പോയിന്റ് ആണ് ബി എന്ന് പറയുന്ന പോയിന്റിനെക്കാട്ടിലും മേളിലിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വരുമ്പോ എന്ത് പറ്റും? ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ ആയിരിക്കും ബി എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂവിനെക്കാട്ടി കൂടുതൽ. ഇതാ ജസ്റ്റ് കണ്ടുപോകുന്ന തന്നെ നോക്ക്. ഇതാണ് നമ്മുടെ വൈ ആക്സിസ് എങ്കിൽ ഈ വൈ വാല്യൂ അല്ലേ കൂടുതൽ. ഈ വൈ വാല്യൂ ഇരിക്കുന്ന നമ്മുടെ നെഗറ്റീവില. ഓക്കെ, അപ്പൊ എന്താ, എയിലെ വൈ വാല്യൂ കൂടുതലും ബിയിലെ വൈ വാല്യൂ കുറവും. അപ്പൊ എന്താണ് ബേസിക്കലി സംഭവിക്കുന്നത്? എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി. ഇവിടെ എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി ആയപ്പോ കർവ് ഇരിക്കുന്നു നോക്ക്, താഴോട്ട് ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. ഓക്കെ, ഈ താഴോട്ട് ചരിഞ്ഞിരിക്കുന്ന കർവിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? മീൻസ് ലൈനിന്റെ പ്രത്യേകത എന്താണെന്നറിയാം? ഇതിന്റെ അകത്ത് ഏത് പോയിന്റ് എടുത്താലും സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, താപ്പോട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമ്മളെടുത്ത ഒരു പോയിന്റ് ഉണ്ടോ സി, അതിന്റെ സ്ലോപ്പും എങ്ങനെ നെഗറ്റീവ് ആയിട്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ പറഞ്ഞ എന്താ, ഏതേലും ഒരു പോയിന്റിൽ ഈ സി എന്ന് പറയുന്ന പോയിന്റിന്റെ സ്ലോപ്പ് ഈ പറയുന്ന എയുടെയും ബിയുടെയും സീക്കൻഡിനോട് സെയിം ആയിരിക്കും എന്നല്ലേ? ഈ എയുടെയും ബിയുടെയും സീക്കൻഡ് ഏത് ഈ കേസിൽ ഏത് കേസ്? എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്ന് പറയുന്ന കേസിൽ എയുടെയും ബിയുടെയും ഇടയിൽ വരയ്ക്കുന്ന സീക്കൻഡ് ഓൾവേസ് എന്താണ്, താഴോട്ടേ ഇരിക്കും, നെഗറ്റീവ് സ്ലോപ്പാ. പിന്നെ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ there exists a point C in between A and B where the slope of tangent drawn at C must be same as the slope of secant. അല്ലെങ്കിൽ there exists a point C where the slope of tangent drawn at C same as slope of secant. ഇതല്ലേ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ. അതായത് എയുടെയും ബിയുടെയും ഇടയിൽ ഒരു പോയിന്റ് കാണും, സി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ആ സി എന്ന് പറയുന്ന പോയിന്റ് വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സീക്കൻഡിനോട് സെയിം ആയിരിക്കും. ഇതല്ലേ മീൻ വാല്യൂ തിയറം പറയുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച എന്താ, എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി ആണെങ്കിൽ ആ സീക്കൻഡ് എപ്പോഴും താഴോട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് എനി പോയിന്റ്, ഈ പറയുന്ന ഏത് പോയിന്റ് എടുത്താലും അവിടുത്തെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഈ കേസ് വെച്ചിട്ട് ഈ എയുടെയും ബിയുടെയും ഇടയിൽ ഏത് എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ട് എയുടെയും ബിയുടെയും ഇടയിലുള്ള സീക്കൻഡിന്റെ സ്ലോപ്പ് ഓൾവേസ് നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്ന എഫ് ഓഫ് സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പും സീറോ ആയിരിക്കും. കാരണം നമ്മൾ പറഞ്ഞ എന്താ, there exists a point C, ഓക്കെ, വേർ ആ സിയുടെ സ്ലോപ്പ് അല്ലെ സിയിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് മസ്റ്റ് ബി സെയിം as the slope of this secant. നമ്മൾ പറഞ്ഞ this slope of this secant is always negative ഈ കേസിൽ. അപ്പൊ ഈ പറയുന്ന സിയുടെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സിമ്പിൾ അല്ലെ? വിഷ്വലി തന്നെ നോക്ക്. എയുടെയും ബിയുടെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്ത സീക്കൻഡ് വരച്ചാൽ താപ്പോട്ടായിരിക്കുന്ന, സോ നമുക്കറിയേണ്ട സ്ലോപ്പ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ആൻഡ് നമ്മുടെ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമ്മളൊരു പോയിന്റ് സി എടുത്ത് ആ സിയിലെ ടാൻജന്റ് വരച്ച് ആ ടാൻജന്റിന്റെ സ്ലോപ്പ് നോക്ക്, അത് താഴോട്ട് തന്നെ. ഓക്കെ, നമ്മൾ പറഞ്ഞത് ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് മസ്റ്റ് ബി സെയിം ആസ് ദ സീക്കൻഡിന്റെ സ്ലോപ്പ്. ആൻഡ് സീക്കൻഡിന്റെ സ്ലോപ്പ് ഇവിടെ നെഗറ്റീവ് ഉണ്ട്, ടാൻജന്റിന്റെ സ്ലോപ്പ് ഇവിടെ നെഗറ്റീവ്. സിമ്പിൾ കാര്യം, മനസ്സിലായേ? സോ ഈ കേസിൽ എന്താ, ഈ കേസിൽ നമുക്ക് ഒരു പോയിന്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, there exists a point C. സി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണല്ലോ. ആ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടീഷൻ എന്താ, ഈ കാണുന്ന സീക്കൻഡിന്റെ സ്ലോപ്പിനോട് സെയിം ആയിരിക്കണം സിയിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ്. ഓക്കെ,
അല്ലെങ്കിൽ സിയിലെ സ്ലോപ്പ്. ബേസിക്കലി സിയിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സിയിലെ സ്ലോപ്പ് തന്നെ. അപ്പോൾ എന്താണ്, ഈ സീക്കൻഡിന്റെ സ്ലോപ്പ് നെഗറ്റീവ് ആണെങ്കിൽ സിയിലെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. സിമ്പിൾ. ഏത്, ഈ കണ്ടീഷൻ മാത്രം, എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി. ഇനി അതുപോലെ തിരിച്ചൊരു കേസ് ആലോചിച്ച് നോക്ക്, ബി എയെക്കാട്ടിലും മേളിലാണെങ്കിൽ അപ്പോൾ എന്ത് പറ്റും, അത് ഇവിടെ ഇമേജിലില്ല. ബി എയെക്കാട്ടിലും മേളിലെന്താ, ഇങ്ങനെ ഒരു ലൈൻ ഇരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും എല്ലാ കേസിലും? ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും ചോദിച്ചാൽ എന്ത്, എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എ ആയിരിക്കും. അപ്പം എല്ലാ പോയിന്റിലും സീക്കൻഡിന്റെ സ്ലോപ്പ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്, there exists a point സി, ആ സിയിൽ വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് നമ്മുടെ സീക്കൻഡിന്റെ സ്ലോപ്പിനോട് സെയിം ആയിരിക്കും. ആൻഡ് സീക്കൻഡിന്റെ പോയിന്റ് ഓൾവേസ് പോസിറ്റീവ് ആൻഡ് ആ ടാൻജന്റിന്റെ പോയിന്റ്, അതായത് സ്ലോപ്പ് അറ്റ് ദാറ്റ് സി എന്ന് പറയുന്നത് ഓൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതേ സാധനം തന്നെ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നത്. അതാണ് നോക്ക്, ഇത് നമ്മൾ കുറച്ചു മുമ്പ് ഡിസ്കസ് ചെയ്ത കേസ്. എന്ത്, എഫ് ഓഫ് എ ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് ബി. അവിടെ എഫ് ഡാഷ് ഓഫ് സി 0 ആയിരിക്കും. കാരണം എന്താണ്, അതെപ്പോഴും താഴോട്ടായിരിക്കുന്നത്. ഇത് എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ കേസ്, അതിൻ്റെ അകത്ത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. കോമൺ സെൻസ്, നിങ്ങളെ ഇമേജിൽ നിന്ന് തന്നെ മനസ്സിലായില്ല, അത്രേ ഉള്ളൂ. ഇനി അടുത്തത്, വൈ എഫ് ഓഫ് ബി ക്യാൻ ബി ലെസ് ദാൻ എ. അത് കുറച്ചു പേർക്ക് മാത്രം തോന്നാവുന്ന സംശയം. ഓക്കെ, അതെന്താന്ന് ചോദിച്ചാല് മീൻ വാല്യൂ തിയറത്തിൽ, ഓക്കെ, ചിലപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയാൻ വിട്ട ഒരു കാര്യം ഉണ്ടായിരിക്കും, എ മസ്റ്റ് ബി ലെസ് ദാൻ ബി. ഓക്കെ, അല്ലെങ്കിൽ മനസ്സിലായി, എ മസ്റ്റ് ബി ലെസ് ദാൻ ബി. എയുടെയും ബിയുടെയും ഇടയിലുള്ള ഒരു ഇന്റർവെൽ പോയിന്റ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പം എ ബിയെ കാട്ടിലും ചെറുതായിരിക്കണം. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ചിലപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു പോയപ്പോൾ വിട്ടുപോയിട്ടുണ്ടായിരിക്കും. ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല, ബി എയെക്കാട്ടിൽ ഒരിക്കലും ചെറുതാവാൻ പറ്റത്തില്ല. ഓക്കെ, ബി എന്ന് പറയുന്നതായിരിക്കും വലിയ വാല്യൂ, എ എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. ഓക്കെ, അതായത് എ സ്റ്റാർട്ട് ചെയ്ത് ബി വരെയല്ലേ എൻഡ് ചെയ്യുന്നത്. അപ്പം എ ലെസ് ദാൻ ബി ആണ്. അപ്പം കുറച്ച് പേർക്ക് തോന്നുന്ന സംശയമുണ്ട്, എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഹൗ കുഡ് എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ? കാരണം നമ്മൾ തൊട്ട് മുമ്പ് ഒരു കേസ് വന്നില്ലാണ്ട് എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള എന്താ, എ ലെസ് ദാൻ ബി ആ. സി എന്ന് പറയുന്ന പോയിന്റ് എയുടെയും ബിയുടെയും ഇടയിൽ ഉണ്ടായത് എ ലെസ് ദാൻ സി ലെസ് ദാൻ ബി. ഓക്കെ, ഇതാണ് മീൻ വാല്യൂ തിയറം പറയുന്നത്. അപ്പം എ ലെസ് ദാൻ ബി ആണെങ്കിൽ ഹൗ കുഡ് എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ? ഇത് ചിലപ്പോൾ കുറെ പേർക്കും ഈ സംശയം തോന്നിയിട്ടുണ്ടായിരിക്കത്തില്ല, പക്ഷെ കുറച്ച് പേർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും. അതിന്റെ നമ്മുടെ ഇവിടെ എല്ലാവർക്കും പറഞ്ഞു പോകുന്നുണ്ട്, അതുകൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ചിലർക്കെങ്കിലും തോന്നാൻ സംശയം, കാരണം എ ബിയെക്കാട്ടി ചെറുതാ. അങ്ങനെ ആണെങ്കിൽ എഫ് ഓഫ് ബി എങ്ങനെ എഫ് ഓഫ് എക്കാട്ടി ചെറുതാവും? അവിടാണ് ഒരിക്കലും മറക്കല്ലേ, എയും ബി എന്ന് പറയുന്ന കറസ്പോണ്ടിങ് എക്സ് വാല്യൂസാ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബി എന്ന് പറയുന്ന വൈ വാല്യൂസാ. ഓക്കെ, ഒരിക്കലും നമുക്ക് എക്സ് വാല്യൂസ് കൂടുതലാന്ന് വെച്ചിട്ട് കറസ്പോണ്ടിങ് വൈ വാല്യൂസ് സെയിം ആണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതാ ഇതേ എക്സാമ്പിൾ തന്നെ നോക്ക്, ഈ കേസ് ഇവിടെ ആണ്ടേ, ഇവിടുത്തെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ നെഗറ്റീവിൽ നിൽക്കുക, ബിയിലെ എക്സ് വാല്യൂ എന്ന് പറയുന്നത് അങ്ങ് പോസിറ്റീവിലാ. സോ എ ലെസ് ദാൻ ബി ആ, നമുക്ക് ഉറപ്പായിട്ടും അറിയാം. പക്ഷേ ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ എന്ന് പറയുന്ന എവിടെ, ഇനി പോസിറ്റീവിലാണ് നിൽക്കുന്നത്. പക്ഷെ ബി എന്ന് പറയുന്ന പോയിന്റിലെ വൈ വാല്യൂ എന്താ, ഇവിടെ ഇങ്ങനെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ, ഇവിടെ എ ലെസ് ദാൻ ബി ആ. കണ്ടില്ലേ, എ ഇവിടെ നെഗറ്റീവ് എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത്, ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത്. പക്ഷെ കറസ്പോണ്ടിങ് വൈ വാല്യൂ എന്ന് പറയുന്നത് നോക്ക്, ഇവിടെ എഫ് ഓഫ് എയിലെ എഫ് ഓഫ് എ, അതായത് എയിലെ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വൈ ആക്സിസിലാണ് നിൽക്കുന്നതെങ്കിൽ എഫ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ, അതായത് ബിയിലെ വൈ വാല്യൂ എന്ന് പറയുന്നത് നെഗറ്റീവ് വൈ ആക്സിസിലാണ് നിൽക്കുന്നത്. സോ നമ്മളിവിടെ പറയുന്ന എയും ബി എന്ന് പറയുന്ന ഇന്റർവെൽ എക്സിലെ മാത്രം കേസാണ്. കറസ്പോണ്ടിങ് വൈ വാല്യൂസ് എങ്ങനെ ഉണ്ടെങ്കിലും മാറാം ഫംഗ്ഷൻ അനുസരിച്ച്. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ വന്നു, അത്രേ ഉള്ളൂ. ഇനി അത്രേ ഉള്ളൂ. അതാണ് ബേസിക്കലി സംശയം തോന്നാൻ സാധ്യത. അത് കുറച്ച് പേർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ തോന്നിയിട്ടുണ്ടായാലും കുഴപ്പമൊന്നുമില്ല, പറഞ്ഞു വന്നേ ഉള്ളൂ. ഇനി വേറൊരു കേസ് പറയാം. അതായത് സപ്പോസ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതായത് എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുള്ളൂ ഫംഗ്ഷൻ റൈസസ് ഓവറോൾ, അതായത് തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞ കേസ്. അതുപോലെ തന്നെ എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ ആണെങ്കിൽ എഫ് ഓഫ് ബി മൈനസ് എ, അതായത് ഈ കാണുന്ന ടോപ്പിക് കാണുന്ന ഭാഗമില്ലേ, ആ ടേം നെഗറ്റീവും
ആ നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നെഗറ്റീവ് ആവും. അപ്പോൾ ഫംഗ്ഷൻ ഫോൾസ് ഓവറോൾ. അതായത് ഈ കാണുന്ന കേസ് നമ്മൾ പറഞ്ഞ ഇതേ കേസ്. ഓക്കെ, ഇതിനെ ജസ്റ്റ് മാത്തമാറ്റിക്കലി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മാത്തമാറ്റിക്കലി പറയുന്നത് ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എഫ് ഡാഷ് ഓഫ് സിയുടെ ഇക്വേഷൻ ഇതാണല്ല. ഓക്കെ, അവിടെ നമ്മൾ വിഷ്വലി കണ്ടിത് മാത്തമാറ്റിക്കലി പറയുന്നു. ഇവിടെ മേലത്തെ ടേം ആണല്ലോ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എയും, താഴത്തെ ടേം ബി മൈനസ് എയും. എഫ് ഓഫ് ബി ഗ്രേറ്റർ ദാൻ എഫ് ഓഫ് എ ആണെങ്കിൽ ന്യൂമറേറ്റർ പോസിറ്റീവ് ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി അറിയാം ബി ഗ്രേറ്റർ ദാൻ എ ആണ്. ഓക്കെ, ഈ കേസ് വെച്ചിട്ട് ബി ഗ്രേറ്റർ ദാൻ എ ആണ്. അപ്പൊ താഴത്തെ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. നമുക്കറിയാം സ്ലോപ്പ് പോസിറ്റീവ് എന്ന ഒരു മേപ്പോട്ടായിരിക്കും ഇരിക്കുന്നത്. രണ്ടാമത്തെ കേസ് എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? ഈ ന്യൂമറേറ്റർ ടൈം നെഗറ്റീവ് ആയി പോകും. ഓക്കെ, താഴത്തെ ടൈം പോസിറ്റീവ് ആയിരിക്കും സ്റ്റിൽ, കാരണം എ ഗ്രേറ്റർ ദാൻ ബി ആണല്ലോ. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി എന്തോ നെഗറ്റീവ് ആവും. സ്ലോപ്പ് എഫ് ഡാഷ് ഓഫ് സി ലെസ് ദാൻ 0 ആയിരിക്കും. സ്ലോപ്പ് താഴോട്ടായിരിക്കും കിടക്കുന്നത്. ഇനി വേറൊരു കേസ്, എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ, ഓക്കെ, അങ്ങനെ ആണെങ്കിൽ മേലത്തെ ടൈം 0 ആവും. എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ഹൊറിസോണ്ടൽ ടാൻജന്റും. ഓക്കെ, ആ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ വിഷ്വൽ ഉണ്ടല്ലേ, ഇവിടെ നമ്മൾ എടുക്കുന്ന ബി എന്ന് പറയുന്ന പോയിന്റ് ഓൾമോസ്റ്റ് ഇതാ ഇവിടെ ആണെന്ന് വെച്ചോ, ഈ ഒരു പോയിന്റ് ആണെന്ന് വെച്ചോ. അപ്പം എ ലെസ് ദാൻ ബി ആയിരിക്കും, പക്ഷെ ഈ കാണുന്ന സീക്കൻഡ് ലൈൻ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഈ പോയിന്റ് സി എടുത്ത് അതിന്റെ നമ്മൾ വരച്ച ടാൻജന്റിന്റെ സ്ലോപ്പും 0 തന്നെ ആയിരിക്കും. സോ അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്ന ഈ തേർഡ് കണ്ടീഷൻ. ഓക്കെ, അതായത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇത് ഹൊറിസോണ്ടൽ ലൈൻ ഒരു ലൈൻ വന്നാൽ നമുക്കറിയാലോ അതിന്റെ ടാൻജന്റ് 0 ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി ഇത് വേറെ ഒന്നും ഇല്ലടെ, ഇത് നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു തന്നെ, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എങ്ങനെ എഫ് ഓഫ് ബി ലെസ് ദാൻ എഫ് ഓഫ് എ ആവുന്നു. രണ്ട് എക്സാമ്പിൾസ് തന്നേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചേക്കാം, നിങ്ങളൊന്ന് പോസ് ചെയ്ത് നോക്കുക, നിങ്ങളെ ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഫസ്റ്റ് എക്സാമ്പിൾ എടുക്കുമ്പോൾ നമ്മുടെ അടുത്ത് എയും ബിയും 1ഉം 3 ഓക്കെ, ആൻഡ് എ ലെസ് ദാൻ ബി കണ്ടല്ലോ, എ എന്ന് പറയുന്ന 1, ബി എന്ന് പറയുന്നത് 3. അപ്പോൾ എ ലെസ് ദാൻ ബി. എഫ് ഓഫ് 1 എടുത്തപ്പോൾ 3 കിട്ടി, എഫ് ഓഫ് 3 എടുത്തപ്പോഴും 3 കിട്ടി. അപ്പോൾ എന്ത് കിട്ടി? എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിമാ. എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിമാണ്. നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, എന്ത് എഫ് ഡാഷ് ഓഫ് സി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, മനസ്സിലായില്ല? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ആ സി എന്ന് പറയുന്ന പോയിന്റ് ഇല്ല, സ്ലോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഈ എടുത്ത എന്ത് സീക്കൻഡിന്റെ അതേ സ്ലോപ്പ് ആയിരിക്കും. ഇവിടെ ഈ പറഞ്ഞ സീക്കൻഡിന്റെ സ്ലോപ്പ് എന്താ? 0 അതായത് എഫ് ഓഫ് ബി ഈക്വൽ ടു എഫ് ഓഫ് എ ആണെങ്കിൽ ഈ കാണുന്ന ടേം എന്താ ഇപ്പോ? ഇത് 0. അപ്പൊ എഫ് ഡാഷ് ഓഫ് സി 0. അതായത് ബേസിക്കലി പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത്രയും മാത്രം നമുക്ക് കിട്ടിയേ, ആ ഒരു ഐഡിയ മാത്രം കിട്ടിയതിന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, അതായത് ബേസിക്കലി നമുക്കറിയാം എന്ത്, നമ്മളിപ്പോൾ ഈ കണ്ടുപിടിച്ച സീക്കൻഡിന്റെ സ്ലോപ്പ് 0 ആണ്. അപ്പൊ നമ്മൾ ഈ കണ്ടുപിടിക്കാൻ പോകുന്ന ടാൻജന്റിന്റെ സ്ലോപ്പും 0 തന്നെ ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് 0 ആവുന്നതെന്ന് പറഞ്ഞാൽ ബേസിക്കലി ഡെറിവേറ്റീവ് 0. അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ എന്തോന്ന് ആക്ച്വലി -x² + 4x. അപ്പൊ ഈ -x² + 4xന്റെ ഡെറിവേറ്റീവ് എന്താണ്? എഫ് ഡാഷ് ഓഫ് എക്സ് -2x + 4. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു എഫ് ഡാഷ് ഓഫ് സി ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പൊ -2x + 4 ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് എന്ന് പറഞ്ഞാൽ 2 കിട്ടും. സോ ബേസിക്കലി സി എന്ന് പറയുന്ന പോയിന്റ് 2 ആ. നിങ്ങൾക്കത് മനസ്സിലായില്ലേ? അതായത് നമ്മൾ പറഞ്ഞെന്താ, മീൻ വാല്യൂ തിയറം വെച്ചിട്ട് ബേസിക്കലി പറഞ്ഞെന്താ, there exists a point C in between point A and B where ആ സിയിലെ സ്ലോപ്പ് എന്ന് പറയുന്നത് must be same as the slope of the secant between A and B. നമ്മൾ ഈ കേസ് ഇപ്പൊ കണ്ടുപിടിച്ച എന്താ, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും സെയിമാ. അപ്പൊ സീക്കൻഡിന്റെ ഇക്വേഷൻ എന്താണോ, അതൊരു ഡെൽറ്റ വൈ ഇല്ല ഇവിടെ. അപ്പൊ സീക്കൻഡിന്റെ സ്ലോപ്പ് 0 ഇപ്പോ. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന നമ്മുടെ സി എന്ന് പറയുന്ന പോയിന്റിലെ സ്ലോപ്പും 0 ആയിരിക്കും. കാരണം സീക്കൻഡിന്റെ സ്ലോപ്പ് 0 ആണെങ്കിൽ നമ്മൾ പറഞ്ഞ മീൻ വാല്യൂ തിയറം വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന സി എന്ന് പറഞ്ഞ പോയിന്റിന്റെ സ്ലോപ്പ് 0 ആയിരിക്കും. ഓക്കെ, സ്ലോപ്പ് കണ്ടുപിടിക്കണം എന്ത് വേണം? ഡെറിവേറ്റീവ് എടുക്കണം. നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ വരാം -x² + 4x. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എടുത്ത് എന്ത് കിട്ടി? -2x + 4. നമ്മളിപ്പോ പറഞ്ഞ കേസിൽ നമ്മുടെ സി എന്ന് പറഞ്ഞ പോയിന്റിലെ സ്ലോപ്പ് 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ -2x + 4 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കണം.
അത് 0 എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ എക്സ് എന്ന് പറഞ്ഞാൽ 2 കിട്ടും. അപ്പം നമ്മുടെ സി എന്ന് പറഞ്ഞ പോയിന്റ് ആരാ? 2. ആൻഡ് ഇത് നമ്മുടെ മീൻ വാല്യൂ തിയറി ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് അല്ലേ? നമുക്ക് കിട്ടിയ സി എന്ന് പറഞ്ഞ പോയിന്റ് 2, എ എന്ന് പറഞ്ഞ പോയിന്റ് 1, ബി എന്ന് പറയുന്ന പോയിന്റ് 3. സി എന്ന് പറയുന്ന എയുടെയും ബിയുടെയും ഇടയ്ക്ക് ഇരിക്കുന്ന ഒരു പോയിന്റ് ആയിരിക്കണം. ആൻഡ് 2 എന്ന് പറയുന്ന പോയിന്റ് 1ന്റെയും 3യുടെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ്. സോ മീൻ വാല്യൂ തിയറം കറക്റ്റ് ആയില്ലേ? അതുപോലെ തന്നെ സെക്കൻഡ് എക്സാമ്പിൾ ഇവിടെ നോക്കിയാലും നിങ്ങൾ തന്നെ ഇപ്പൊ ഫസ്റ്റ് നോക്കിയതിന്റെ തൊട്ട് തന്നെ സെക്കൻഡ് നിങ്ങൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സി എന്ന് പറയുന്ന 0.5 കിട്ടും. എ -1ഉം ബി 2ഉം സി എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പോയിന്റ്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ? അത്രേ ഉള്ളു. 2 എക്സാമ്പിൾ കിട്ടുന്നേ ഉള്ളു. ഫസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, സെക്കൻഡ് നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. ഇനി ലീനിയർ അപ്രോക്സിമേഷൻ. ലീനിയർ അപ്രോക്സിമേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ടാൻജൻ ലൈൻ്റെ ഇക്വേഷൻ, അതായത് ഒരു പോയിന്റ് എടുത്തിട്ട് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജൻ ലൈൻ. ഓക്കെ, അതായത് ആ ഒരു ഒറ്റ പോയിന്റിന് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള വാല്യൂസ് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ആൻഡ് നമ്മൾ ഈ ലീനിയർ അപ്രോക്സിമേഷനെ കുറിച്ചാണ് ഇത്രയും മീൻസ് ഇതിനു മുമ്പ് എല്ലാം കറക്റ്റ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ബേസിക്കലി അത് ഒന്നുകൂടെ പറയുന്നില്ല. ഓക്കെ, അത് ഫോളോ ചെയ്ത് വന്നവർക്കറിയാം. അതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള സീരീസുകൾ നോക്കിയാൽ മതി. കാരണം അവിടെ ലീനിയർ അപ്രോക്സിമേഷൻ ആണ് കറക്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലീനിയർ അപ്രോക്സിമേഷൻ ഇക്വേഷൻ എന്താ? എഫ് ഓഫ് എക്സ് നിയർലി ഈക്വൽ ടു എഫ് ഓഫ് എ പ്ലസ് എഫ് ഡാഷ് ഓഫ് എ ഇൻറ്റു എക്സ് മൈനസ് എ. ഇതാണല്ലോ നമ്മുടെ ടാൻജൻ ലൈനിന്റെ ഇക്വേഷൻ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയപ്പോൾ ഇതിരിക്കുന്ന എങ്ങനെ ഈ ഇതേ ഒരു ഫോർമാറ്റിലല്ലേ? അതായത് ബേസിക്കലി ഇതും ഒരു ടാൻജൻ ലൈനിന്റെ കൂട്ടല്ലേ? ആണല്ലോ, അത് സത്യമല്ലേ? ആണ്ട നോക്ക്, നമ്മളിവിടെ എന്താ ടാൻജൻ ലൈനിന്റെ സ്ലോപ്പ് അല്ലേ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. സോ ബേസിക്കലി ഈ മീൻ വാല്യൂ തിയറം എന്ന് പറയുന്നത് ഈസ് സംവാട്ട് ലൈക്ക് എ ലീനിയർ അപ്രോക്സിമേഷൻ. ഓക്കെ, ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷെ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. മനസ്സിലായോ? അതായത് ബേസിക്കലി ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് തരുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റ് നമ്മൾ എടുത്തിട്ട് ആ പോയിന്റിൽ നിന്നുകൊണ്ട് അതിന്റെ നിയർ ബൈ വാല്യൂസ്, അതായത് അതിന്റെ തൊട്ടടുത്ത വരാൻ പോകുന്ന വാല്യൂസ് എന്താണ് എന്ന് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുക. അതാണ് ബേസിക്കലി ലീനിയർ അപ്രോക്സിമേഷൻ. പക്ഷെ നമ്മുടെ മീൻ വാല്യൂ തിയറം എന്താ വെച്ചാൽ, മീൻ വാല്യൂ തിയറം അങ്ങനല്ല. മീൻ വാല്യൂ തിയറം നമുക്കൊരു പ്രൂഫ് തരുക. ദെയർ എക്സിസ്റ്റ് എ പോയിന്റ് ബിറ്റ്വീൻ എ ആൻഡ് ബി വേറെ എന്ത്, ആ ടാൻജന്റിന്റെ സ്ലോപ്പ് സീക്കൻഡിനോട് സെയിം ആവുന്ന ഒരു പോയിന്റ് ഉണ്ട് എന്നൊരു ഉറപ്പ് തരിക. ഇതാണ് ബേസിക്കലി ഈ രണ്ട് തിയറം തമ്മിലുള്ള വ്യത്യാസം. ബേസിക്കലി അവർ ഓൾമോസ്റ്റ് കാണാനൊക്കെ സെയിം ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ കൺസെപ്ഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ജസ്റ്റ് കമ്പാരിസൺ വെച്ചൊന്ന് കാണിച്ചുതരാം. അതായത് ഒന്നാമത് നമ്മൾ പറഞ്ഞല്ലോ, മീൻ വാല്യൂ തിയറം സി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടെന്ന് ഗ്യാരണ്ടി ചെയ്യും. ഇതെന്താന്ന് ചോദിച്ചാൽ എന്താണ്, ഒരു സ്പെസിഫിക് പോയിന്റിൽ നിന്നാണ് അതിന്റെ നിയർ ബൈ വാല്യൂസ് വരും. ഓക്കെ, ഇവിടെ നമുക്ക് പാടെ അറിയാവുന്നത് എയും ബിയും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നത് എയും ബിയും. ആ പോയിന്റിലെ എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും നമുക്ക് ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. ലീനിയർ അപ്രോക്സിമേഷന് എയും എഫ് ഓഫ് എയും എഫ് ഡാഷ് ഓഫ് എയും. കാരണം എയും ഉണ്ടെങ്കിൽ നമുക്ക് എഫ് ഓഫ് എയും കണ്ടുപിടിക്കാം, എഫ് ഡാഷ്. ബേസിക്കലി നമുക്ക് ഇത്രയും വേണമെന്നല്ല, നമുക്ക് ഈ തിയറിക്കായിട്ട് വേണ്ടുന്ന എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ വാല്യൂസാണ്. അപ്പൊ ഇവിടെ ആക്ച്വലി എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും വേണം. ആൻഡ് വാട്ട് യു നോ, അത് കാര്യമൊക്കെ കണ്ട് അത് വിട്ടേര്. ജസ്റ്റ് നമ്മളെ ഇക്വേഷനിലോട്ട് നമ്മൾ ചകഞ്ഞ് കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് ചെയ്തവർക്ക് അറിയാം. ഇവിടെ നമുക്ക് എയും വേണം എഫ് ഓഫ് എയും വേണം എഫ് ഡാഷ് ഓഫ് എയും വേണം. പക്ഷെ മീൻ വാല്യൂ തിയറം നമുക്ക് പറഞ്ഞ് തുടങ്ങുന്നത് എന്താ? ആക്ച്വലി ദർ എക്സിസ്റ്റ് എ പോയിന്റ് എ ആൻഡ് ബി. അപ്പൊ എന്താണ്, 2 പോയിന്റ് ആണ് നമുക്ക് വേണ്ടുന്നത്. പിന്നാണ് നമ്മൾ ആ പോയിന്റുകളുടെ സീക്വന്റ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും തപ്പി പോകുന്നത്. ലീനിയർ അപ്രോക്സിമേഷൻ അങ്ങനെയല്ല, നമുക്ക് ലീനിയർ അപ്രോക്സിമേഷൻ എടുക്കണം, എയും വേണം എഫ് ഓഫ് എയും വേണം എഫ് ഡാഷ് ഓഫ് എയും വേണം. അത്രേ ഉള്ളൂ, അതേ പറയുന്നുള്ളൂ. ഇനി ബേസിക്കലി എന്താണ് എക്സിസ്റ്റൻസ് ഓഫ് സ്ലോപ്പ് മാച്ച് അപ്രോക്സിമേഷൻ നിയർ നമ്മുടെ ഒരു പോയിന്റ്. ഇത് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞു തരുന്ന സാധനം തന്നെ ഇവിടെ കമ്പാരിസണിൽ വെച്ചിട്ടുള്ളൂ. ഓക്കെ, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഈ കമ്പാരിസൺ മനസ്സിലാവണമെങ്കിൽ എന്താണ് ലീനിയർ അപ്രോക്സിമേഷൻ എന്നുള്ള കറക്റ്റ് മനസ്സിലാവണം. ഓക്കെ, ആൻഡ് ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ലീനിയർ അപ്രോക്സിമേഷൻ എനിക്കൊന്ന് മൾട്ടിപ്പിൾ ടൈംസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ അത് ഫോളോ ചെയ്ത് വരുന്നവരാണെങ്കിൽ അവർക്ക് ഭയങ്കര റെപ്പറ്റേറ്റീവ് ആയിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഈ കമ്പാരിസൺ, നിങ്ങൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഇവിടെ പറയുക പോലും വേണ്ട, നിങ്ങൾ ഒറ്റയടി അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. ബേസിക്കലി ഒറ്റ ഡിഫറൻസേ ഉള്ളൂ, മീൻ വാല്യൂ തിയറം നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട് എന്നൊരു പ്രൂഫ് തരുമ്പോൾ ലീനിയർ അപ്രോക്സിമേഷൻ നമുക്ക് ഒരു പോയിന്റ് ചെയ്യുന്നുണ്ട്, തൊട്ടപ്പുറത്തുള്ള വാല്യൂസ് പ്രൂവ് മീൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അത് വളരെ അടുത്തുള്ള വാല്യൂ, അത് മറക്കല്ലേ. അത്രേ ഉള്ളൂ, അതാണ് ബേസിക്കലി ഇത്രയും സംഭവം. ഓക്കെ, ഇതാണ് ഒരു ബേസിക് ഡിഫറൻസ്. ഇനി കുറച്ച് കാര്യം പറയണ്ട, അതായത് വാട്ട് ഈസ് ദ ആക്ച്വൽ യൂസ് കേസ് ഓഫ് ദിസ് മീൻ വാല്യൂ തിയറം. ഓക്കെ, മീൻ വാല്യൂ തിയറം നമ്മളോട് പറയുന്നുണ്ട് ഒരു പോയിന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഈ പോയിന്റ്? ഓക്കെ, ഇത് പലർക്കും തോന്നിയിട്ടുണ്ടായിരിക്കും,
ഇത് കുറെ നേരമായിട്ട് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ, ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്, ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് സീക്കൻഡിന്റെ സ്ലോപ്പിന്റെ സെയിം ആയിരിക്കും. അല്ലെ പോയിന്റ് വരയ്ക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2 പോയിന്റിലെ സീക്കൻഡിന്റെ സ്ലോപ്പിനോട് എന്താണ് സെയിം ആയിരിക്കും. ആൻഡ് ഇത് നമുക്ക് തരുന്ന എന്താ, ഒരു പോയിന്റ് ഉണ്ട് എന്നൊരു പ്രൂഫാ. നമുക്കെല്ലാം അറിയാലോ അങ്ങനെ ഒരു പോയിന്റ് ചിലപ്പോൾ അവിടെ കാണും. നമ്മൾ അപ്പോഴും പറയുന്നുണ്ട്, കോമൺ സെൻസിന് ഇവിടെ വലിയ പ്രാധാന്യമൊന്നും ഇല്ല, പ്രൂഫാണ് ഇവിടെ. ഓക്കെ, മാത്സിന്റെ കേസ്. സോ ഒരു പ്രൂഫിനായിട്ട് മാത്രം ഒരു തിയറിയോ? ഇതിന്റെ ആക്ച്വൽ യൂസ് കേസ് എന്താ പറഞ്ഞുതരാം. ഇതിന് കുറെ യൂസ് കേസ് ഉണ്ട്. ഓക്കെ, ഇത് ഇത് കിട്ടുന്ന സാധനം, ഇതിന് കുറെ യൂസ് കേസ് ഉണ്ട്. എന്താന്ന് ഇപ്പൊ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നെക്സ്റ്റ് തൊട്ട് പറയാനുള്ള വീഡിയോയ്ക്ക് അത് പറഞ്ഞുതരാം. ഓക്കെ.